കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മൂവാറ്റുപുഴ നഗരസഭയിലെ ശാന്തിനഗർ വാർഡ് 22 നമ്പർ അങ്കണവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലറും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായ പി രജിത കുട്ടികളെയും രക്ഷിതാക്കളെയും സ്വാഗതം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭയിലെ ശാന്തിനഗർ വാർഡ് 22 നമ്പർ അങ്കണവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പുതുതായി അങ്കണവാടിയിൽ പ്രവേശനം നേടിയ കുഞ്ഞുങ്ങളെ സമ്മാനങ്ങളും മധുര പലഹാരങ്ങളും നൽകിയാണ് സ്വീകരിച്ചത്. വാർഡ് കൗൺസിലറും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായ പി രജിത കുട്ടികളെയും രക്ഷിതാക്കളെയും സ്വാഗതം ചെയ്തു. ഇന്ന് പ്രവേശനോത്സവമായി അവർക്കതിനൊരു ഗ്രാജുവേഷനും തുല്യമായ സർട്ടിഫിക്കേഷൻസായി വളരെ വിപുലമായി ഓരോ ചുവടുവയ്പ്പുകളും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഘട്ടം ഘട്ടമായി ആഘോഷിച്ചു പോകുന്ന ഒരു കാലമാണ്. അംഗൻവാടി മുതൽ പ്രീ നഴ്സറി മുതൽ എല്ലാ അഡ്മിഷനുകളും അവരുടെ ഗ്രാജുവേഷനുകളും വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് അത് ടീച്ചേഴ്സ് ആണെങ്കിലും പേരൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഈവൻ നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതിന് തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്താണ് ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ നമ്മൾ നയിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കളിക്കൊപ്പം തന്നെ പഠനത്തിൻ്റെ ബാലപാഠങ്ങളും കൂടെ പഠിപ്പിച്ചു കൊടുത്ത് അവർക്കതൊരു വളരെ നല്ല ഒരു അനുഭവമാക്കി മാറ്റാനുള്ള എല്ലാ ചുവടുവയ്പ്പുകളും നമ്മുടെ ഭാഗത്തുണ്ടാവണം. ഇന്ന് ഇവിടുന്ന് നമ്മുടെ അംഗൻവാടി പഠനം പൂർത്തിയാക്കി ഇവിടുന്ന് പോകുന്ന എല്ലാ കുട്ടികൾക്കും മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അംഗൻവാടി പഠനകാലം പൂർത്തിയാക്കി സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്ന കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി അവരുടെ പുതിയ വിദ്യാഭ്യാസ യാത്രയ്ക്ക് ആശംസകളും നേർന്നു. ചടങ്ങിൽ ALMC അംഗം ഡോക്ടർ രവീന്ദ്രനാഥ് കമ്മത്ത് ആശംസാ സന്ദേശം നൽകി. ആശാ വർക്കർ, CDS അംഗങ്ങൾ, ALMC അംഗങ്ങൾ, കുട്ടികളുടെ മാതാപിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.